ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പാലസ്തീൻ്റെ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് ഇസ്രായേൽ അപ്രതീക്ഷിതമായി വൻ ആക്രമണം നടത്തിയിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ പരസ്പരം ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഗസയിലേതുപോലെ ഒരു വ്യാപകമായ ആക്രമണം നടത്തിയിരുന്നില്ല. പക്ഷേ എത്രയോ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കയറി ഇസ്രായേൽ സേന വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. ഒറ്റയടിക്ക് 10 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഗസയിലും ഇസ്രായേലിൻ്റെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. മധ്യ ഗസയിലെ ദൈറൽ ബലാഹിൽ, അതുപോലെ തന്നെ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ അടക്കം നടന്ന ആക്രമണത്തിൽ 40 പേരിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് തന്നെ തയ്യാറായിരിക്കുകയാണ്. ഒരുപക്ഷെ ചെറിയ വ്യത്യാസമുള്ള വലിയ സംഘർഷത്തിൽ നിൽക്കുന്ന മേഖല ഇതിനപ്പുറം ഇസ്രായേലും ലെബനനും തമ്മിലാണ്. ലെബനിൽ നിന്ന് ഹെസ്ബുള്ള 150 റോക്കറ്റുകൾ അയച്ചിരുന്നു. അതിന് മുൻപായിട്ട് 6000 റോക്കറ്റുകൾ അയക്കാൻ പോകുന്നുവെന്നറിഞ്ഞ് 2 ദിവസം മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണം, അവർ 100-ലേറെ യുദ്ധവിമാനങ്ങൾ ഇറക്കി ഈ മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്ന കേന്ദ്രങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേൽ അവകാശപ്പെടുന്ന അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ 6000 റോക്കറ്റുകൾ ഒറ്റയടിക്ക് ഇസ്രായേലിലേക്ക് വരികയും വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും വിലയിരുത്തുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ കൂടി ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഭരണകൂടവും ഒരു തരത്തിലും പിൻവാങ്ങില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകളാണ്. ബെൻ ഗീവറിനെ പോലുള്ള അവിടുത്തെ ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവരെ കുറിച്ച് വലിയ ആക്ഷേപം വന്നിട്ടുണ്ട്. ബന്ദികളെ വിട്ടുകിട്ടാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് ഇസ്രായേലിൽ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഗസയിലെ തുരങ്കത്തിൽ നിന്ന് അവിടുത്തെ അറബ് വംശജനായിട്ടുള്ള ഫർഹാൻ അൽഖ്വാദിയെ രക്ഷപ്പെടുത്തിയ ശേഷം ആ രക്ഷപ്പെട്ട അൽഖ്വാദി തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടെ ബന്ദികളുടെ കാര്യം വളരെ കഷ്ടമാണ്, ഗസയിൽ അവരെ രക്ഷപ്പെടുത്തണം, അതിന് വെടിനിർത്തലിന് തയ്യാറാവണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ഇരുപക്ഷവും തയ്യാറാവുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി മാത്രമല്ല, ഹമാസിൻ്റെ നേതാവ് യഹ്യ സിൻവാറും പറയുന്നത് ഇസ്രായേൽ പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറാതെ ഞങ്ങൾ ഒരു തരത്തിലും വെടിനിർത്തില്ല എന്ന് ഹമാസും പറയുന്നു. എന്തായാലും കെയ്റോയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനെ നിർത്താനായിട്ട് നടത്തുന്ന അമേരിക്കയും ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭ പല തരത്തിലിടപെടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് 11 മാസം യുദ്ധം തികയുമ്പോൾ 40,500-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 1200 അതിന് പ്രതികാരമെന്നോണം ഒക്ടോബർ 7-ന് 2023 ആരംഭിച്ചതാണ് യുദ്ധം. 11 മാസം തികയുന്നു. സ്വാഭാവികമായിട്ടും വല്ലാത്ത രീതിയിലേക്ക് യുദ്ധം പോവുകയാണ്. ഇതിനൊരു അന്ത്യം കാണാനുള്ള നീക്കങ്ങളൊന്നും വിജയിക്കുന്നതായി കാണുന്നില്ല. ഉക്രൈൻ യുദ്ധത്തിൽ ഒരു സമാധാന പദ്ധതിയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിച്ചെങ്കിലും അതേ തുടർന്ന് നടക്കുന്ന പല ചർച്ചകളിലും ഒരു തീരുമാനത്തെ ചൊല്ലി ആരും മൗനം പാലിക്കുകയാണ്, ആരും ഒന്നും മിണ്ടുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാധാന പദ്ധതി അത് അവസരോചിതമാണെങ്കിലും ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല, അതിന് ചെയ്യാനാവില്ല എന്നുള്ള ആദ്യ മറുപടിയാണ് റഷ്യൻ ഭരണകൂടത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഉക്രൈൻ ഇതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിച്ച കാര്യത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംതൃപ്തരാണ്. പ്രത്യേകിച്ച് 1.5 മാസം മുമ്പ് റഷ്യയിൽ സന്ദർശനം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അധികം ആലിംഗനം ചെയ്തത് വലിയ രീതിയിലുള്ള വിമർശനം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തിയിരുന്നു. ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച് റഷ്യ ഇപ്പോഴും വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ മണ്ണിലേക്ക് 1300 സ്ക്വയർ കിലോമീറ്റർ കയറിയിരിക്കുകയാണ് ഉക്രൈൻ സേന. അവരെ തുരത്താനാവുന്നില്ല. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇപ്പോൾ ഒരു സമാധാന പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാനാവുന്നില്ല. അവരെ നേരിടാനായി 30,000-ലേറെ പുതിയ സേനയെ
മറ്റു പലയിടത്തു നിന്നായിട്ട് പ്രത്യേകിച്ച് യുക്രൈനിൻ്റെ തെക്കൻ യുക്രൈനിൽ നിന്ന് അടക്കം തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. വലിയ യുദ്ധം നടക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കർസ്ക്, പിന്നെ സുദിഷ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, റഷ്യൻ സ്ഥലങ്ങൾ പിടിച്ചടക്കിയിരിക്കുകയാണ് ഉക്രൈൻ സേന. ഒപ്പം തന്നെ കിഴക്കൻ ഉക്രൈനിൽ റഷ്യൻ സേന മുന്നേറ്റം നടത്തുന്നുണ്ട്. അവർ പൊക്രോവ് എന്ന നഗരം പിടിച്ചെടുക്കുമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പം രണ്ട് ഭാഗത്തും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിൽ വ്ളാഡിമിർ സെലൻസ്കി, ഉക്രൈൻ്റെ പ്രസിഡന്റ്, ഒരു സമാധാന പദ്ധതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് സെറ്റിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ റഷ്യക്ക് അത് സ്വീകാര്യമല്ല. പ്രത്യേകിച്ച് റഷ്യയുടെ മണ്ണിലേക്ക് യുക്രൈൻ കയറിയിരിക്കുന്നു. നേരത്തെ റഷ്യ അതിന് തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് ഉക്രൈൻ്റെ 18% ഭൂമി റഷ്യയുടെ കയ്യിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് അത് വന്നാൽ റഷ്യയ്ക്കും ഭൂമി നഷ്ടപ്പെടും. ഒരുപക്ഷെ സമാധാന പദ്ധതി അവതരിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ആ തരത്തിൽ സെലൻസ്കി ഒരു നീക്കം നടത്തിയതെന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്തായാലും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യൻ മണ്ണ് കൂടുതൽ പിടിച്ചടക്കുമെന്നുള്ള വാശിയിലാണ്. അതിന് പാശ്ചാത്യ രാജ്യങ്ങളോട് ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റക്കാംസ് എന്ന മിസൈലും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ഏറ്റവും മാരകമായിട്ടുള്ള സ്റ്റോം ഷാഡോ എന്ന മിസൈലുകളും പ്രയോഗിക്കാനായിട്ടുള്ള അനുമതി വേണം. ഇത് പ്രയോഗിക്കാൻ ഇതുവരെ ബ്രിട്ടനും അമേരിക്ക അനുമതി കൊടുത്തിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ തന്നെ ദീർഘദൂര മിസൈലായിട്ടുള്ള ഹൈമാർസ് മിസൈലുകൾ ഉപയോഗിച്ച് മുന്നേറുന്നുണ്ട് ഉക്രൈൻ സേന. എന്തായാലും റഷ്യ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയ്ക്കും ഉക്രൈനുമൊക്കെ. ഈ തരത്തിലേക്ക് അമേരിക്ക കളിച്ചാൽ, ആയുധങ്ങൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാനായിട്ട് അമേരിക്ക അനുമതി കൊടുത്താൽ ഒരു 3-4 ലോക മഹായുദ്ധം വേണ്ടിവരും. അതിൻ്റെ മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉക്രൈനിലെ അവസ്ഥ അത്ര പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി റഷ്യ ഉക്രൈൻ നഗരങ്ങളിൽ വലിയ ആക്രമണമാണ് നടത്തുന്നത്. അവിടെ ഇലക്ട്രിസിറ്റി അടക്കം, വൈദ്യുതി അടക്കം തകർക്കുന്ന രീതിയിൽ അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പ്രധാന ആക്രമണം നടക്കുന്നത്. ഹോട്ടലുകൾക്ക് നേരെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കാർക്കീവ്, സുമി, അതുപോലെ തന്നെ കിഴക്കൻ ഉക്രൈനിലെ ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക് തുടങ്ങിയിട്ടുള്ള മേഖലകൾ, അതുപോലെ തന്നെ വെസ്റ്റേൺ മേഖലയിൽ ലിവ്, അതുപോലെ തന്നെ കീവിൻ്റെ പല ഭാഗങ്ങളൊക്കെ റഷ്യയുടെ ബോംബർ വിമാനം തീ തുപ്പിക്കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യുക്രൈൻ യുദ്ധം 2.5 വർഷം കഴിഞ്ഞിട്ടും അവസാനിക്കാനുള്ള കാര്യങ്ങൾ കാണുന്നില്ല. ആകെയുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ഇന്ത്യയുടെ ഇടപെടലാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തുന്നുണ്ട്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും യൂറോപ്യൻ നേതാക്കളുമായും മോദി ചർച്ച നടത്തും. പ്രധാനമായി യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ ബ്രിക്സ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യയിൽ പോകുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ബ്രിക്സ് സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയുമാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ പുടിനുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഒരുപക്ഷെ യൂറോപ്യൻ നേതാക്കളെ കാണുന്ന സെപ്റ്റംബറിലെ UN സമ്മേളനത്തിൽ വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് കൂടുതൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇന്ത്യ ശ്രമിക്കുമെന്നാണ് അറിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ 1950 ഓസ്ട്രിയ കൈയടക്കി വച്ചിരുന്ന സോവിയറ്റ് യൂണിയനെ പിന്തിരിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇടപെട്ടിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു അന്ന് ഇടപെട്ടത് കൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ക്രൂഷ്ചേവുമായി ചർച്ച നടത്തിയിരുന്നു. ക്രൂഷ്ചേവ് പിൻവാങ്ങാനായി തയ്യാറായി. ആ തരത്തിൽ ഇന്ത്യ നേരത്തെ സമാധാന ശ്രമങ്ങൾക്ക് ഇടപെട്ട ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചേരിചേരാ രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് നിന്ന് ജവഹർലാൽ നെഹ്റുവിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് ഉപയോഗിക്കാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുമായും ഉക്രൈനുമായും ഒരേ അകലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. അവിടെ സമാധാനം വേണം. ഇത് യുദ്ധത്തിന് പറ്റിയ സമയമല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്.